മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വെള്ളിയാഴ്ച. അതുവരെ തുടർ നടപടികൾ പാടില്ലെന്ന EDക്ക് കോടതി നിർദ്ദേശം നൽകി. എന്നാൽ വീണ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം തുടരാം. മുഹമ്മദ് സാലിഹ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാലിഹ്, എന്തൊക്കെയാണ് കോടതിയുടെ ഇടപെടൽ? വിനിഷ, വെള്ളിയാഴ്ചയാണ് ഈ നിർണായകമായ കേസിലെ ഉത്തരവുണ്ടാവുക. ഇരുപക്ഷവും കാര്യമായ വാദപ്രതിവാദങ്ങൾ നടത്തിയ ശേഷമാണ് ഇപ്പോൾ കോടതി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം CMRLന് മാത്രമാണ് നിലവിൽ ആശ്വാസമുള്ളത്. വീണ തൈക്കട്ടിയിൽ പിണറായി വിജയന്റെ മകൾ വീണ ടി ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾക്ക് ഈ കാര്യത്തിൽ കാര്യമായ ആശ്വാസമില്ല. അവർക്കെതിരെയുള്ള ED നടപടികൾ അന്വേഷണം തുടരാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം CMRLനെതിരെയുള്ള തുടർ നടപടികൾക്ക് EDക്ക് സാധിക്കില്ല. ഈ രൂപത്തിലാണ് നിലവിൽ വന്നിരിക്കുന്ന കോടതിയുടെ തീർപ്പ്. മാത്രമല്ല, വെള്ളിയാഴ്ച വിധി വരുന്നു എന്നതും പ്രധാനമാണ്. ഇന്ന് രാവിലെ 5-ാമതായാണ് കോടതി ഈ കേസ് എടുത്തത്. ഈ കേസ് എടുത്ത ഉടനെ തന്നെ കോടതി വ്യക്തമാക്കിയത് ഏതെങ്കിലും വിധത്തിലുള്ള താത്കാലികമായ സ്റ്റേ നൽകാൻ കരുതുന്നില്ല എന്ന് കോടതി വാക്കാൽ പറയുകയായിരുന്നു. തുടർന്ന് ഇരുപക്ഷത്തോടും ഈ കാര്യത്തിൽ വിശദമായ വാദത്തിന് തയ്യാറാണോ എന്ന് കോടതി ആരാഞ്ഞു. തുടർന്ന് ഇരുപക്ഷവും അവർ തയ്യാറാണ് എന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നത്. CMRLന് വേണ്ടി ഹാജരായത് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയാണ്. അദ്ദേഹം വിജയ് മദൻലാൽ ചൗധരി കേസിലെ 2022 EDയുടെ അധികാരങ്ങളിൽ നിർണായകമായ സുപ്രീം കോടതി ഉത്തരവുണ്ട്. വിജയ് മദൻലാൽ ചൗധരി എന്നയാൾക്കെതിരെയുള്ള കേസാണത്. ആ കേസിലെ ഉത്തരവ് പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാദങ്ങൾ എല്ലാം തന്നെ. അദ്ദേഹം ആ കേസിലെ വിധിന്യായത്തിലെ വലിയ ഭാഗങ്ങൾ അദ്ദേഹം കോടതിയിൽ വായിച്ചു തീർത്തു. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ പ്രാഥമികമായ എന്തെങ്കിലും കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടില്ല. അതായത് മണി ലോണ്ടറിംഗ്, കള്ളപ്പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ അഴിമതി പോലെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ ഇല്ല. പണമിടപാട് മാത്രമാണ് ഉള്ളത്. ഇക്കാര്യം EDയുടെ പരിധിയിൽ വരില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാദം. പിന്നീട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും FIRോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള കൃത്യമായ പരാതിയോ ഇല്ലാതെയാണ് EDയുടെ നടപടി എന്നും അദ്ദേഹം വാദിക്കുകയുണ്ടായി. ED ആദ്യമായി സമൻസ് അയച്ചത് FIR പോലും ഇല്ലാതെയായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പോയിന്റ്. തുടർന്ന് മറുപക്ഷത്തിന്റെ വാദവും കോടതി കേട്ടു, EDയുടെ വാദവും കേട്ടു. ED പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കോടതിക്ക് സാധിക്കില്ല എന്നതാണ്. അതായത് ഈ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ കോടതിക്ക് ഇടപെടാനാകില്ല എന്ന കാര്യമാണ് ED ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ഈ ഇരുപക്ഷത്തെയും വാദങ്ങൾ കേട്ട ശേഷം ഹൈക്കോടതി തീരുമാനിക്കുകയായിരുന്നു, ഈ വെള്ളിയാഴ്ച വിധി പറയാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ചത്തേക്ക് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. എന്തായാലും രാഷ്ട്രീയ പ്രാധാന്യമേറെയുള്ള ഈ കേസിൽ CMRLന് നിലവിൽ ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. അതേസമയം രാഷ്ട്രീയ പ്രാധാന്യത്തിന്റെ മൂലക്കല്ലായി വരുന്ന വീണയ്ക്കെതിരെയുള്ള തുടർ നടപടികൾ അത് തുടരാൻ EDക്ക് അനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. വിനിഷ.